സെലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്ന് മാർച്ച് 25-ാം തീയതിയാണ് മംഗളവാർത്ത തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ട വചനഭാഗം ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നതാണ്. നമ്മൾ അനേകം തവണ വായിച്ചു കേട്ടിട്ടുള്ളതാണ്, വിചിന്തനം ചെയ്തിട്ടുള്ളതാണ്. ഈ സുവിശേഷ ഭാഗത്തില് ഈശോ ഇവരോട് ചോദിക്കുകയാണ്, എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ടു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റുന്നു എന്ന് പറയുകയാണ്. ഇന്ന് നമ്മൾ വചനഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, എന്റെ പള്ളിക്ക് ഞാൻ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്റെ ഇടവക പള്ളിക്ക് ഞാൻ ബലിയർപ്പിക്കുന്ന സ്ഥലത്തിന് ഞാൻ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ സോളമൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം സോളമനോട് പറയുന്നുണ്ട്, എനിക്ക് ബലിയർപ്പിക്കേണ്ട ഇടമായിട്ട് ഞാൻ ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സോളമൻ ഒരു ആലയം പണിത് കഴിയുമ്പോൾ കർത്താവ് ആലയത്തിനെ കുറിച്ച് പറയുകയാണ്, എനിക്ക് ബലിയർപ്പിക്കേണ്ട സ്ഥലമായിട്ട് ഞാൻ ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ബലിയർപ്പിക്കുന്ന നമ്മുടെ ഇടവക പള്ളി അല്ലെങ്കിൽ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവാലയം ദൈവം തെരഞ്ഞെടുത്തതാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇടമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബലിയർപ്പിക്കാനും പ്രാർത്ഥനകൾ ഉയർത്താനുമായിട്ട് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇടം. ആ ഒരു ഇടത്തിന് ഞാൻ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിന്റെ പരിശുദ്ധിക്ക് അനുസരിച്ചാണോ ഞാൻ അതിനുള്ളിൽ വ്യാപരിക്കുന്നത്? വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്തും മറ്റ് സമയങ്ങളിലും ദേവാലയത്തിന്റെ പരിശുദ്ധിക്ക് ഒത്ത വിധത്തിലാണോ ഞാൻ ദേവാലയത്തിൽ പെരുമാറുന്നത്? നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദേവാലയത്തിൽ എന്റെ പെരുമാറ്റത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എന്തെങ്കിലും മാറ്റം വരുത്താനാണെങ്കിൽ അതിൽ മാറ്റം വരുത്തി ഈശോ ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥനാലയം എന്നുള്ള രീതിയിൽ അതിനെ കാണാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.